ഹായ്, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പല ലോണുകൾക്കായിട്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ വളരെ കൂടിയിരിക്കും. ചില സമയത്ത് നമുക്ക് ലോണ് തന്നെ റിജക്ഷൻ ആയിട്ട് വരും. കാരണം എന്തെന്നോ, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞിരിക്കുന്നതാണ് കാരണം. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് നമ്മളൊരു 30% തൊട്ട് 40% വരെ മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, നമ്മളുടെ EMI അതുപോലെ ഹൗസിംഗ് ലോൺ എന്നുള്ളതെല്ലാം ഒരുപാട് ലേറ്റ് ആവാതെ വളരെ കൃത്യസമയത്ത് അടച്ചു തീർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരിക്കലും നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ ഒരുപാട് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വരുന്ന ഒരു സമയത്ത് പല കാര്യങ്ങൾക്ക്, ഈവൻ ഒരു കമ്പ്യൂട്ടർ ലോണിന് പോലും നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ മോശമായി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള ലോണുകളൊന്നും തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വളരെ താഴ്ന്ന നിലയിലാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മുകളിലേക്ക് പോകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലോണുകളും നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒരു ശീലം നമുക്കുണ്ടായാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും നല്ല നിലയിൽ നിൽക്കും. ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഭാവിയിലേക്കുള്ള വലിയ താക്കോലുകളായിരിക്കും. ശരിയല്ലേ?